ഹായ് ഹലോ അസ്സാം വലൈക്കും. ഋഷി വഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിലെ BMW-യിലൊരു യാത്രയാണ് കേട്ടോ. 1-2 കാര്യങ്ങളുണ്ട്, അതിനുവേണ്ടി പോവുകയാണ്. പോണത് എവിടേക്കുമില്ല, ഒറ്റപ്പാലത്തെ കണ്ടില്ല. നമ്മുടെ BMW-യിൽ ഇരുന്ന കാറ്റ് നല്ലോണം AC ആവശ്യമൊന്നുമില്ല. നമ്മൾ AC വേണ്ടാന്ന് വെച്ചത് എന്തുകൊണ്ടാണ് അറിയാം, നല്ല ജലദോഷം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഒന്ന് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ ഏതൊക്കെ ഐറ്റം വേണോ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഓവൻ, മിക്സി, ഗ്രൈൻഡർ, പിന്നെ ഡിന്നർ സെറ്റുകൾ, തവ, ബിരിയാണി പോട്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കെറ്റില്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഫ്രിഡ്ജ്, എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് നടന്ന് കാണാൻ തീരുമാനിച്ചിട്ടോ. ഫ്രിഡ്ജൊക്കെ കണ്ടിട്ട് എനിക്ക് വലിയ വലിയ ഫ്രിഡ്ജിലേക്കല്ല ഞാൻ നോക്കിയതുണ്ടായിരുന്നു. ഞാൻ ചെറിയ ചെറിയ ഫ്രിഡ്ജിലേക്കാണ് നോക്കിയത് കേട്ടോ. നമ്മൾ പൈസ എല്ലാം വാങ്ങാൻ ഉദ്ദേശമില്ലെങ്കിലും നമുക്കൊന്ന് വലുതൊക്കെ കണ്ടു പറഞ്ഞാൽ അതിശയത്തിൽ നോക്കൂലേ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെറിയ ചെറിയ ഫ്രിഡ്ജുകൾ തുറന്ന് നോക്കി ഇങ്ങോട്ട് നടക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ലാസ്റ്റിലേക്ക് ഒരു ചെറിയ ഫ്രിഡ്ജ് കണ്ട്. അപ്പം അങ്ങനെ അതും പോയി ഒന്ന് തുറന്ന് നോക്കി. അടിപൊളി സെറ്റപ്പ് സാധനം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് നമ്മുടെ വീതനമൊക്കെ വെക്കാൻ പറ്റിയൊരു ഫ്രിഡ്ജ്. പിന്നെതാ ഇനിയിപ്പോൾ വലുത് നോക്കിയില്ല എന്ന് വേണ്ടതാ, വലുതൊന്ന് നോക്കി. അതിനെ കൊണ്ട് വലിയ താല്പര്യം കണ്ടില്ല. ഞാനിതാ വീണ്ടും നടന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി നമ്മളുടെ കൂടെ എന്താ വേണ്ടത് ഏതാ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ചേച്ചിയുണ്ട്. ചേച്ചിൻ്റെ പേര് രേഷ്മ എന്നാണ്. അവർ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മളിതാ മിക്സികളൊക്കെ ഇങ്ങനെ നോക്കി. എന്ത് രസമാണ് ഓരോ മിക്സികൾ അല്ലേ. എനിക്ക് മിക്സികളെന്ന് പറയുമ്പോൾ എനിക്ക് ജാറിനെ കൊണ്ടാണ് ആകെ ഇടങ്ങേറ്. എൻ്റെ മിക്സിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ ജാറുകളൊന്നുമില്ല, എല്ലാ ജാറും കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ 1-2 ഐറ്റമൊക്കെ ഒരുപാട് ഐറ്റം നോക്കി എന്നിട്ടോ ഒരു 2 ഐറ്റം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിറയെ സാധനങ്ങളുണ്ട്. എന്തൊക്കെ സാധനങ്ങളറിയും, നമ്മുടെ പ്രൈസ് നമുക്ക് പറ്റുന്ന പ്രൈസിൽ എടുക്കാനുള്ളതുണ്ട്. അതിലും വലിയ 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 ഐറ്റംസ് ഉള്ളതുണ്ട്. എല്ലാ സ്റ്റൈലും പറ്റുമോ? അടി പരന്നത് ഉരുണ്ടത് വെക്കാൻ പറ്റും. അടി പരന്നിട്ടുള്ളത് അല്ല, ഞാൻ ഒരിക്കൽ ഒന്ന് വാങ്ങിയിട്ട് പോയേ, അതിലെല്ലാ സ്റ്റൈലും പറ്റുന്നില്ല, പരന്നത് തന്നെ. പക്ഷേ അതിൽ അല്ലത്ര അതിൽ ഇരുമ്പിൻ്റെ കോട്ടിങ് ഇല്ലാന്ന് എന്താ പറഞ്ഞു, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. സ്റ്റീലിൻ്റെ മാത്രമേ റോയൽ വർക്ക് ചെയ്തൊരു കുട്ടി ഇവിടെ ഉണ്ട്. ആളുടെ കിറക്കിൽ ആള് വരാറുണ്ട് ഇവിടെ. ഗ്രൈൻഡറൊക്കെ 4 ദിവസം വന്നു. ഓ, അതും ഇവിടെ തന്നെയല്ലേ നോക്കണം. ഈ ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. അതെനിക്ക് എടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ ചേച്ചി എന്നെ പറഞ്ഞു, അത് സാധാ ഒരു നല്ലൊരു മിക്സി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ആവശ്യം വരില്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഇതൊക്കെ ബർഗറും അതൊക്കെ ഉണ്ടാക്കാനുള്ളത് നമുക്കൊന്ന് തുറന്നു നോക്കാമല്ലോ, ഉണ്ടാക്കിയില്ലെങ്കിലും. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. സൂക്കേസ് പോലെ ഉണ്ട്. ഇത് തുറന്നിട്ട് കിട്ടുന്നില്ല, അങ്ങനെ ഞാൻ വിടൂല, തുറക്കും. ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ അതും തുറന്ന് നോക്കി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഞാൻ അടുത്തത് നോക്കാം. എന്ത് രസമായിട്ട് അറിയില്ല, പെണ്ണുങ്ങളല്ലേ കടയിൽ വന്നാൽ എല്ലാം ഒന്ന് നോക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ ഇതൊരു സംഭവം നല്ല ഇതാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്കോ എവിടേക്കൊക്കെ പോകുമ്പോൾ ചുടുവെള്ളമാക്കി പോകാനൊക്കെ നല്ല കെറ്റിലായിട്ട് ഉപയോഗിക്കാനും ഒക്കെ പറ്റും. പിന്നെ അങ്ങനെ ചെറിയ ഐറ്റംസിലേക്ക് ഞാനിങ്ങനെ എത്തി വരുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ചേച്ചി അപ്പുറത്ത് കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ.
ഇസ്തിരിപ്പെട്ടി അത്യാവശ്യമാണ്. നമ്മുടെ ഇസ്തിരിപ്പെട്ടിക്ക് ചെറിയൊരു പിടുത്തമുണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റണം. ഇൻഷാ അല്ലാഹ് അത് പിന്നൊരു ദിവസമാകാം. ഈ ഒരു ഇസ്തിരിപ്പെട്ടി ഉണ്ടോ, അതിൻ്റെ എന്താണ് ചാർജ് ചെയ്യുന്ന സംഭവം ഇങ്ങനെയാണ് കേട്ടോ. പണ്ട് കെറ്റിൽ വാങ്ങിയാലല്ലേ ഇങ്ങനെ ഉണ്ടാവുക, അതുപോലെ. പിന്നെ വെള്ളം ആക്കി ഉപയോഗിക്കുന്ന ഇസ്തിരിപ്പെട്ടി ഉണ്ട്, പിന്നെ ചെറിയ ഇസ്തിരിപ്പെട്ടി ഉണ്ട്, കണ്ടില്ലേ, ചെറിയ ഇസ്തിരിപ്പെട്ടി. സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. കയ്യിൽ കാശോ അല്ലെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കാം എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ എന്തൊരു മുതലും എടുത്തിട്ട് പോകാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചേച്ചി ഇതാ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ നോക്കി വന്ന് തിരിഞ്ഞു നോക്കിയപ്പോണ്ട് ഇവിടെ നമ്മുടെ ചേച്ചി നമ്മളെടുത്ത സാധനം പൊട്ടിച്ചിട്ട് അത് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഓപ്പൺ ആക്കല്ലേ, എന്നാൽ ഇങ്ങനെ തന്നെ ഒരു വീഡിയോ ഇരിക്കട്ടെ, ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് അൺബോക്സിങ് ചെയ്യണ ഒരു വീഡിയോ വേറെ എടുക്കണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ അൺബോക്സിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഏതാ കമ്പനി എന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, പാനസോണിക്കിൻ്റെ സൂപ്പർ ജാർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2000 വാട്ട്സിൻ്റെയാണ്. ഇനി ഗ്രൈൻഡറിൻ്റെ ആവശ്യം നമുക്കില്ല, ഇതിൽ തന്നെ അരക്കാനും ഉള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഈ ചേച്ചി പറയുന്നതായിരിക്കും കേട്ടോ. ജാറ് കറക്റ്റായിട്ട് ഇരിക്കണം, എന്നാലേ അത് വർക്കിംഗ് ആവുള്ളൂ. ജാറ് കറക്റ്റായി ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കാം, വർക്കാവില്ലേ. ജാറ് പിന്നെ അതേപോലെ തന്നെ ഈ ലിഡ് ഉണ്ടല്ലോ, ഈ ലിഡ് ജസ്റ്റ് ഇപ്പം അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കാം, വർക്കാവില്ല. അതിൻ്റെ ലിഡ് കറക്റ്റ് ഇങ്ങനെ അടഞ്ഞ് കറക്റ്റായാൽ മാത്രം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ നമ്മുടെ ഐറ്റംസൊക്കെ വാങ്ങി ഇത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയപ്പോണ്ട് റിയക്ക് ഉച്ചവരെ സ്കൂളുള്ളൂ എന്ന് പറഞ്ഞിട്ട് റിയ വന്ന് വീട്ടിലിരിക്കണോ. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്ന് ഞാനും മോനും. പിന്നെ നമുക്ക് ഇതൊന്ന് ഉദ്ഘാടനം കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ചായ വെക്കാനുള്ള പ്ലാനിൽ നിന്നു. പക്ഷെ ചായ വെക്കാൻ പാലില്ല. നമ്മുടെ ഇക്കാക്ക നാട്ടിലില്ലാത്തതാണ് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് പാൽ ഒഴിവാകാൻ കാരണം കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കറണ്ടടുപ്പ് ഓക്കെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മിക്സി ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. വെള്ളമൊന്നും പോവില്ല, വെള്ളം പോയാലും തങ്ങി നിൽക്കുകയൊന്നുമില്ല. അങ്ങനെ നല്ല ഐറ്റമാണ്. രണ്ടും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ.